പണി കഴിഞ്ഞിട്ട് അത് അവിടെ എത്താണ്ട് ആ ഒരു ഭാഗത്ത് എന്തായാലും ബോഡി ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു 5-6 ബോഡികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈ ഹാമർ ഇത്തരം ഉപകരണങ്ങളാണ്, ഇനിയും അങ്ങോട്ട് ഉപകരണങ്ങളുടെ ആവശ്യമുണ്ടല്ലോ. ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാൻ പവർ ഉപയോഗിച്ച് ചെയ്യാവുന്നതിന്റെ പരമാവധി ആളുകൾ ചെയ്തു കഴിഞ്ഞു. ചെയ്ത വളരെ ക്ഷീണിതരാണ് അവരൊക്കെ. വല്ലാതെ ആവുന്നത്ര ഈ മഴ കാലാവസ്ഥ വളരെ പ്രതികൂലമായ കാലാവസ്ഥ നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ പരമാവധി അവർ ചെയ്തു കഴിഞ്ഞു. ഇനി ഏറ്റവും പെട്ടെന്ന് തന്നെ ആർമി നമ്മുടെ വേലിപ്പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിർമ്മിച്ചു കഴിഞ്ഞ് മെഷീനറികൾ അങ്ങോട്ട് എത്തിയാൽ ധാരാളം മൃതദേഹങ്ങൾ അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ്. കാരണം അത്ര വലിയ ഈ പറഞ്ഞ എണ്ണ ഒന്നുമല്ല. എണ്ണ ഇനിയും ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. കാരണം വീടുകളൊക്കെ വീട് കിടക്കണം. ആ വീട്ടിലൊക്കെ ആളുണ്ടായിരുന്നു എന്ന് പോലും പറഞ്ഞു തരാൻ പോലും ആളില്ലാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഒരു പ്രദേശം തന്നെ, ആ മുണ്ടക്കൈ എന്ന പ്രദേശം തന്നെ മൊത്തം അടിഞ്ഞു കിടക്കുന്ന കാഴ്ച എന്നത് ഒരിക്കലും നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്ര ഭയാനകമാണ്, അത്ര സങ്കടകരമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഓരോ മൃതദേഹങ്ങളും കിട്ടുമ്പോഴും ഉണ്ടാകുന്ന അവസ്ഥ അങ്ങനെയാണ്. വല്ലാത്തൊരവസ്ഥയാണ് ഉള്ളത്. ഇതേപോലെ ഈ സ്കൂൾ ഗ്രൗണ്ടിന്റെ തൊട്ടപ്പുറത്ത് ചെറിയ ഫുട്ബോൾ നാട്ടുകാരൊക്കെ